നിങ്ങൾ ചിന്തിക്കണം, നെല്ലുണ്ടാക്കി നമ്മളെ അവസ്ഥ എന്താ? തമിഴ്നാടും കർണാടകയിലും ബന്ധുണ്ടായാൽ അരി ഉണ്ടാവില്ല. ഒരു വർഷം 40 ലക്ഷം ടൺ അരി വേണം കേരളത്തിന്. ആകെ ഉൽപാദനം 5 ലക്ഷം ടൺ. ഒന്നും കൂടി പറയാം. 2007 കണക്കനുസരിച്ച് അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവും. 2007 കണക്കനുസരിച്ച് കേരളത്തിന് ഒരു വർഷം വേണ്ടത് 40 ലക്ഷം ടൺ അരിയാണ്. എന്നാൽ ശരാശരി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 ലക്ഷം ടൺ അരിയാണ്. അഥവാ 35 ലക്ഷം ടൺ അരിയും പുറത്തുനിന്ന് വരണം. അതാണ് കേരളം. അപ്പൊ അതിലേക്ക് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മൾ ചിന്തിക്കണം. ഇത് തമാശയല്ലാതെ ഗൗരവമുള്ള വിഷയമാണ്. നിനക്കും ഇവിടെ ഇതല്ലേ അള്ളാഹു നമുക്ക് നൽകിയത്? പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകാരം നെല്ലിനെ അള്ളാഹുവിന്റെ നബിയായ സയ്യിദുനാ ആദം സ്വർഗത്തിൽ നിന്ന് കൂടെ കൊണ്ടുവന്നു എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേൾക്ക്. നെല്ലിന്റെ വിത്തിനെ സയ്യിദുനാ ആദം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കൂടെ കൊടുത്തയച്ചു. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ പ്രധാനപ്പെട്ട വിളയാണ് നെല്ല്. ലോകത്തെ പകുതി ജനങ്ങളും കഴിക്കുന്ന ഭക്ഷണം അരിയാണ്. അരി ഭക്ഷണം കഴിക്കുന്നവരാണ്. വിളപ്പാടങ്ങളെ മുൻഗാമികളെ മനസ്സിലാക്കണമെങ്കിൽ വിളപ്പാടങ്ങൾ നോക്കിക്കോളൂ. അവിടെയും വിളപ്പാടങ്ങളാ പറഞ്ഞത്. അതിന്റെ ഉദാഹരണം മുൻഗാമികളെ കുറിച്ചുള്ള അവരുടെ ചെയ്തികൾ, അവരുടെ നന്മകൾ, ഗുണങ്ങൾ, നാശങ്ങൾ, നഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞ കൃഷിയാണ്. ثم أورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഇസ്രായേൽ ബർക്കത്തുള്ള ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും മനോഹരമായ കൃഷിയുള്ള നാട് ഇസ്രായേലാവുന്നു. ഇസ്രായേൽ പ്രവാചകന്മാരെ മണ്ണാണ്. ഫലസ്തീൻ പ്രവാചകന്മാരെ മണ്ണാണ്. എമ്പാട് കൃഷിയുണ്ട്. കൃഷിയാണ് ഉദാഹരണം പറഞ്ഞത്. സൂറത്തുൽ അറാഫ് ثم أورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها. ടെൽ അവീവിലെ ഒരു കുന്നിന്റെ മുകളിൽ മുറിയെടുത്തിട്ട് താമസിച്ച ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ടെൽ അവീവിലെ ഒരു കുന്നിന്റെ, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലെ ഒരു കുന്നിന്റെ മുകളിൽ മുറിയെടുത്ത് താമസിച്ച എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു സ്നേഹിതൻ, അവിടെ കാണുന്ന കൃഷിയുടെ മനോഹാരിത കൊണ്ട് കണ്ണിന് ഇമ്പം വന്ന് അത്ഭുതപ്പെട്ടു പോയ കാര്യം എന്നോട് വലിയ വായിൽ പറയുകയുണ്ടായി. അന്ന് മുതലേ കൊതിയാണ് ഇന്ന് ടെല്ലവീവിൽ പോകാൻ. അത്രയും മനോഹരമായ കൃഷിയാണ്. ബാറക്കനാഫിയ, ബറക്കത്തുള്ള ഭൂമി, പ്രധാന കൃഷിയാണെന്ന് ആയത്തുകൾ ചേർന്ന് സൂറത്തുൽ അറാഫ്. ثم أورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا. എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വർഗത്തിന്റെ ഉദാഹരണം പറഞ്ഞിടത്തും കൃഷിയാ, മനോഹരമായ കൃഷി. ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا. അതിന്റെ മരക്കൊമ്പുകൾ വളരെ അടുത്ത് കിടക്കും. പിന്നെ അതിന്റെ പഴക്കുലകൾ ആർക്ക് കഴിക്കാനും പാകത്തിലാവുകയും ചെയ്യും. സ്വർഗത്തിന്റെ ഉദാഹരണം, സ്വർഗത്തിന്റെ ഉപമയും കൃഷിയാണ്. ഇനി എന്താ വേണ്ടത്? സ്വർഗാവകാശികൾക്ക് കിട്ടുന്നിടത്ത് മനോഹരമായി സ്നേഹിപ്പിച്ച് നമ്മളോട് കൊതിപ്പിച്ച് പറഞ്ഞതും കൃഷിയാ. മുള്ളില്ലാത്ത ദേവദാരു മരങ്ങൾക്കിടയിൽ പാർക്കും. സിദ്ർ, ദേവദാരു എന്നാണ് ദൈവത്തിന്റെ വൃക്ഷം.
സിദ്റിന് ഷജറത്തുള്ള അള്ളാന്റെ വൃക്ഷവും എന്നും പേരുണ്ട്. സംസ്കൃതത്തിൽ ദേവദാരു എന്ന് പറയും. സിദ്റിന് ഷജറത്തുള്ള എന്ന് അറബികൾ പറയും, അള്ളാന്റെ മരം പറയും. സിദ്റത്തുൽ മുൻതഹായിലാണ് അള്ളാഹുവിന്റെ ഹബീബ് പോയിക്കൊണ്ടത്. ഇലന്തമര വൃക്ഷത്തിന്റെ അടുത്ത്. ഇലന്തമരം ദേവദാരു വൃക്ഷമാണ് അവിടെ. അത് ഭൂമിയിലെ വൃക്ഷമായിക്കൊള്ളുന്നില്ല. ഏതായാലും 6ാമത്തെ ആകാശത്തൊരു വൃക്ഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ്. അവിടെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് ബന്ധപ്പെടുന്ന അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പുണ്യ നബി പോയി. സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ, സമാപന വൃക്ഷത്തിന്റെ അരികെ. സമാപന വൃക്ഷം അവിടെ സിദ്റത്ത് എന്ന് പറഞ്ഞു. സിദ്ർ എന്നാൽ ദേവദാരുവാണ്. ഇവിടെ ദേവദാരു എന്ന് പറയും. മറ്റേ സിദ്റത്ത്, സിദ്ർ, ഷജറത്തുള്ള എന്നൊക്കെ പറയും. ദേവദാരു എന്ന് പറഞ്ഞാൽ ദേവന്റെ വൃക്ഷം അതിന്റെ അർത്ഥം. ദേവദാരു അങ്ങനെ പറയും. മുള്ളില്ലാത്ത ദേവദാരു വൃക്ഷം അങ്ങനെയാണ്. അതിൻ്റെതായ വില നമ്മൾ വിചാരിച്ച രൂപത്തിലാവിക്കൊള്ളുന്നതിനല്ല വൃക്ഷത്തെ ഭൂമിയിലെ കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വൃക്ഷം സ്വർഗത്തിന്റെ മഹത്വം പറഞ്ഞെടുത്തും വൃക്ഷം. ഇന്നഫിൽ ജന്നത്തിലെ ഷജറ ലാ യഖ്തഉഹാ ജബ്ബാറുൻ മിഅത ആമിൻ സ്വർഗത്തിന്റെ മരത്തെ പറ്റി പറഞ്ഞെടുത്തേണ്ട. മരത്തിന്റെ വലിപ്പം. നിപുണനായ കുതിര ഓട്ടക്കാരൻ 100 കൊല്ലം കുതിര ഓടിച്ചാലും ആ മരത്തെ വിട്ടുകിടക്കാൻ കഴിയുകയില്ല. ഖാല റസൂലുള്ളാഹി. അവിടെയും മരം, അവിടെയും വൃക്ഷം, സ്വർഗത്തിന്റെ വൃക്ഷം. ഇന്നഫിൽ ജന്നത്തിലെ ഷജറ. പുണ്യനബി ഉറക്കം പറ. പുണ്യനബി എല്ലാരും ഇന്ന് റാഹത്തിൽ തന്നെ ആവണം. അങ്ങോട്ട് കയറണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നാളെ നമുക്ക് എന്തെങ്കിലും ഇന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് കൃഷിപ്പണി ചെയ്തിട്ട് ഇന്നത്തെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിരിക്കണം. ആ രൂപത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് നാളെ മുതൽ പുലർത്തും വേണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം. ഇത് തമാശയല്ല, അത്രയും ഗൗരവമായ വിഷയമാണിത്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ ലാ യഖ്തഉഹാ ജബ്ബാറുൻ മിഅത ആമിൻ ലാ യഖ്തഉഹാ. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ വലിപ്പം പറയുന്നുണ്ട്. 100 കൊല്ലം നിപുണനായ കുതിര ഓട്ടക്കാരൻ കുതിര ഓടിച്ചാലും ആ മരത്തെ വിട്ടുകിടക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. ഇന്നല്ലാഹ തആല ഒരു അറാബി പുണ്യ നബിയുടെ അരികിൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നല്ലാഹ തആല ദക്കറ ഫിൽ ജന്നത്തി ഷജറതൻ, ഒരു മരത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ആ മരം എന്ന് പറഞ്ഞാൽ തുഖ്ദി സാഹിബ, അതിന്റെ ആളുകളെയൊക്കെ അടുത്ത് ചെല്ലുന്നവരെയൊക്കെ ബുദ്ധിമുട്ടാക്കൂലേ. ആ മരത്തിന് മുള്ളുണ്ടല്ലോ എന്ന്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ സിദ്രിൻ മഖ്ദൂദ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഖലദല്ലാഹു ശൗഖഹു, അതിന്റെ മുള്ളിനെ അല്ലാഹു തആല ഒഴിവാക്കി കളയും. ഫജഅല മകാന കുല്ലി ശൗഖത്തിൻ സമറ, ഓരോ മുള്ളിന്റെ സ്ഥാനത്തും അല്ലാഹു തആല ഇലന്തക്കായ കൊടുക്കുകയും ചെയ്യും. സ്വർഗത്തിലെ ദേവദാരുവിന് മുള്ളുണ്ടാവുകയില്ല. അതാണ് ഫീ സിദ്രിൻ മഖ്ദൂദ് എന്ന് പറഞ്ഞത്. മുള്ളില്ലാത്ത ഇലന്തമരം, ആ മുള്ളിന്റെ സ്ഥാനത്ത് കൂടെ കായ ഉണ്ടാവും സ്വർഗത്തിൽ. അല്ലാഹു അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. وإن ثمرة من ثمره تفتق من 72 لونا من الطعام. ആ മരത്തിന്റെ വൃക്ഷത്തിന് 70 ചില്ലാനും രീതികളിലായിരിക്കും ആ പഴങ്ങൾ ഉണ്ടാവുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ചുരുക്കത്തിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃഷിയുടെ മഹാത്മ്യം പറയാത്തൊരു വചനമില്ല. കൃഷി എത്രമേൽ പ്രധാനപ്പെട്ടതാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അയ്യുഹസ് സുദ്ദീഖ് അഫ്തിനാ ഫീ 7 ബഖറാത്തിൻ സിമാനിൻ യൗകുലുഹുന്ന 7 അജാഫുൻ വ7 സുംബുലാത്തിൻ ഖുളരിൻ വഉഖറ യാബിസാത്ത് ലഅല്ലി അർജിഉ ഇലൻ
الناس لعلهم يعلمون قال فرعون قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. കൃഷി കൊണ്ട് ഒരു ജനതയെ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം, ശ്രദ്ധിക്കുക, BC 1600-ന്റെയും BC 1800-ന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടം. BC 1600-ന്റെയും 800-ന്റെയും ഇടയിലാണ് കനാനികൾ ഈജിപ്തിലേക്ക് വിരുന്നു വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രധാനമായ ഈജിപ്തിന്റെ പ്രധാനമായ അധികാരം ഏറ്റെടുത്തു. അന്ന് ഈജിപ്ത് തകർന്ന തരിപ്പണമായ ഒരു ഘട്ടത്തിലായിരുന്നു. ആ ഈജിപ്തിനെ പിന്നെ സയ്യിദ്നാ യൂസുഫ് രക്ഷപ്പെടുത്തിയത് BC 1800-ന്റെയും BC 1600-ന്റെയും മധ്യയുള്ള ഒരു കാലഘട്ടം രക്ഷപ്പെടുത്തിയത്, മഹാനായ സയ്യിദ്നാ യൂസുഫ് രക്ഷപ്പെടുത്തിയത് കൃഷി കൊണ്ടായിരുന്നു. അതാണ് ഈ പറയുന്നത്. അതിന് കാരണം രാജാവ് സ്വപ്നം കാണുകയാണ്. പശുക്കളെയും കതിർക്കുലകളെയും സ്വപ്നം കാണുകയാണ് രാജാവ്. യൂസുഫ് നബിയെ ജയിലിൽ പോയി വിളിക്കുകയാ. തടിച്ചു കൊടുത്ത 7 പശുക്കൾ, 7 മെലിഞ്ഞത്, 7 തടിച്ചു കൊടുത്തതും 7 തടിയില്ലാത്തതും. തടിച്ചു കൊടുത്ത 7 പശുക്കളും തടിയില്ലാത്തവയും, പിന്നെ പിന്നെ 7 നല്ല പച്ചയുള്ള കതിർക്കുലകളും, മെലിഞ്ഞു പോയ തുടമില്ലാത്ത 7 കതിർക്കുലകളും. ഇങ്ങനെ സ്വപ്നം കണ്ടു രാജാവ്. ശ്രദ്ധിക്ക, 7 തടിച്ച കഴുത്ത പശുക്കള്, 7 തടിയില്ലാത്ത പശുക്കള്, 7 നിറഞ്ഞ കുലകള്, നല്ല ധാന്യവിളകൾ കുത്തി ഉലഞ്ഞു നിൽക്കുന്ന 7 കുലകള്, ധാന്യക്കുലകള്, പിന്നെയോ പതിരായി പോയ 7 കുലകളും. ഇത് സ്വപ്നം കണ്ടു രാജാവ്. എന്താണ് ഇതിന് പരിഹാരം? ഇതിന്റെ വ്യാഖ്യാനം അറിയാൻ സയ്യിദ്നാ യൂസുഫിന്റെ അരികിൽ വന്നു. അപ്പോൾ യൂസുഫ് നബി പരിഹാരം പറഞ്ഞു. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. ഈ പറഞ്ഞതിന്റെ താല്പര്യം 7 വർഷം നിങ്ങൾക്ക് നല്ല ധാന്യമുണ്ടാകും, പിന്നെ 7 വർഷം ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് 7 വർഷം നല്ലതുപോലെ നമ്മൾ ഭൂമി സകലം ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യേണ്ടതാണ്. ആ 7 വർഷം നല്ലതുപോലെ ഭൂമി ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്താൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചിട്ട് ബാക്കി ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് അടുത്ത ക്ഷാമത്തിന്റെ 7 വർഷം ഈ ധാന്യപ്പുരകളിൽ നിന്ന് റേഷനായി കൊടുത്താൽ ജനങ്ങളുടെ ക്ഷാമത്തെ പരിഹരിക്കാൻ കഴിയും എന്ന് BC 1600-ന്റെയും BC 1800-ന്റെയും 1600-ന്റെയും മധ്യേ മഹാനായ സയ്യിദ്നാ യൂസുഫ് ഈജിപ്ഷ്യൻ ജനതയോട് പറഞ്ഞു. പിന്നെ കൃഷി ചെയ്യാനുള്ള അധികാരവും അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. ആ കൃഷി നടത്തിയത് സയ്യിദ്നാ യൂസുഫാണ്. ഖനാത്ത് യൂസുഫ് എന്ന പേരിൽ ഇന്നും അവശിഷ്ടങ്ങളുണ്ട് ഈജിപ്തിൽ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൈൽ നദിയിൽ നിന്ന് വെള്ളം ഉയർത്തിയിട്ട് കൊണ്ടുപോയി വിളപ്പാടങ്ങളിലേക്ക് എത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഖനാത്ത് യൂസുഫ് കനാൽ എന്ന പേരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഏകദേശം 3600 വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷിയുടെ ജലസേചനത്തിന് വേണ്ടി ആ പഴയ കാലഘട്ടത്തിൽ കനാലുകൾ ഉണ്ടാക്കിയത്. ആര്? അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്ന യൂസുഫ് ഈജിപ്തിൽ. കാരണം ഈജിപ്തിന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഭൂമി മുഴുവനും ഉപയോഗപ്പെടുത്തണം എന്ന് സയ്യിദ്നാ യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം. ഇന്നും അതിന്റെ ഈജിപ്തിൽ ശ്രദ്ധിക്കണേ, യാത്രക്കൊക്കെ പോകുന്ന പല ആളുകളും കണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ യാത്ര പോകൽ നിന്ന് നമ്മുടെ ഈ നാട്ടിൽ സർവ്വസാധാരണമായതുകൊണ്ട് അതൊക്കെ അറിയുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇന്നും അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഖനാത്ത് യൂസുഫ് എന്ന പേരിൽ. ഖനാത്ത് സൂയസിന്റെയും നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് ഖനാത്ത് യൂസുഫ് വന്നിട്ടുള്ളത്. നൈൽ നദിയിൽ നിന്ന് വെള്ളം പൊക്കിയിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് ജലസേചനം നടത്തി എല്ലാ മണ്ണിലും ധാന്യവിളകൾ ഉണ്ടാക്കി മഹാനായ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം.
തസ്റഊന സബ്അ സിനീന, ശരിക്കും നമ്മൾ 7 കൊല്ലം കൃഷി ചെയ്യണം. ദഅബൻ, തുടർച്ചയായി. ഫമാ ഹസദ്തും, അങ്ങനെ നമുക്ക് കൊയ്ത്ത് കിട്ടുന്നതെല്ലാം ഫദറൂഹു ഫീ സുംബുലിഹി, അതിന്റെ കതിർക്കലയിൽ തന്നെ ഇട്ടേക്കുക. ഇല്ല ഖലീലൻ മിമ്മാ തഅകുലൂന, നമുക്ക് തിന്നാനുള്ള ആവശ്യം മാത്രം എടുത്തിട്ട് ബാക്കി കതിർക്കുലയിൽ ഇടുക. സുമ്മ യഅതി മിൻ ബഅദി ദാലിക സബ്ഉൻ ശിദാദുൻ, പിന്നെ ക്ഷാമത്തിന് 7 വർഷം വരും. യഅകുല മിമ്മാ ഖദ്ദംതും ലഹുന്ന ഇല്ലാ ഖലീലൻ മിമ്മാ തഫ്സിനൂൻ, പിന്നെ നമ്മൾ വിത്തിന് വേണ്ടി ഒരല്പം എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ആ 7 വർഷം കൊണ്ട് ഉപയോഗിക്കാം എന്ന് സയ്യിദുനാ യൂസുഫ് പറഞ്ഞു. സൂറത്ത് യൂസുഫിന്റെ 46, 47, 48, 49 വചനം ശ്രദ്ധിക്കുക. സബയിലെ റാണിയായിരുന്നു ബൽഖീസ്. ബൽഖീസ് ലോക പ്രശസ്തയായ കൃഷി കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. സൂറത്തു സബ, സബ എന്നതൊരു പ്രദേശമാണ്. യാസീന്റെ തൊട്ട് മുമ്പുള്ള യാസീന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് സബ. സബ ഒരു പ്രദേശത്തിന്റെ പേരാ. സബയിലെ റാണിയായിരുന്നു. സബ ഭയങ്കര സമ്പൽ സമൃദ്ധമായിരുന്നു. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ സിംഹാസനം സബയിലെ റാണിക്കായിരുന്നത് ഉണ്ടായിരുന്നത്. അതിന് കാരണം എന്താ? സബയിലൊന്നുമില്ല, സബ വളർന്നത് കൃഷി കൊണ്ടായിരുന്നു. അതുകൊണ്ട് വളരണമെങ്കിൽ കൃഷിയെ ആശ്രയിക്കണമെന്ന സന്ദേശം ഖുർആൻ നൽകുക. ശ്രദ്ധിക്കണേ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയത്തുൻ ജന്നതൈനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأصل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. സിറിയയിലൂടെ യാത്ര പോകാൻ പറയുന്നു. ലോകത്തെ ഏറ്റവും കൃഷിയിടമുള്ള ഒരു രാജ്യം സിറിയയാകുന്നു. നിങ്ങൾ സിറിയയിലൂടെ രാവും പകലും യാത്ര ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു. കൃഷി കാണാൻ വേണ്ടി യാത്ര ചെയ്യും. നമ്മുടെ നാട്ടിൽ കൃഷി കാണാൻ വേണ്ടി യാത്ര ചെയ്യാൻ പറ്റിയ 2 സംസ്ഥാനങ്ങൾ നമ്മുടെ തൊട്ട് പരിസരത്തുണ്ട്. 2-3 സംസ്ഥാനങ്ങളുണ്ട്. ഇഷ്ടം പോലെ കൃഷിയുണ്ട്. ഒന്ന് കർണാടക, ഒന്ന് ആന്ധ്ര, തമിഴ്നാട്. കൃഷി കാണാൻ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ കൃഷി വളരണമെങ്കിൽ കൃഷി ചെയ്തോളൂ. സഭ കൃഷി കൊണ്ട് വളർന്ന രാജ്യത്തിന് വേണ്ടി ഒരധ്യായം ഖുർആനിൽ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളിപ്പോ എന്തായിരിക്കും നാളെ പറയാൻ. കാരണം കൃഷിയും ഖുർആനും നല്ല പറയുന്നത്. എന്താകും ഇയാൾ പറയാ? ഇത് ഉള്ളൂന്റെ കുളിന്റെ മസലയാണെങ്കിലൊക്കെ കുറെ പറയാനുണ്ടാവും. ഇയാൾ എന്തായിരിക്കും നാളെ പറയാന്ന് വിചാരിച്ചു വന്നതായിരിക്കും കുറെ ആളുകൾ. എന്നാൽ ഒരു 10 ദിവസം പറയാൻ മാത്രം ഉണ്ട് ഖുർആനിൽ. ഇന്നെപ്പോലത്തെ ഒരു വിവരം കുറഞ്ഞവന് പോലും 10 ദിവസം പറയാൻ മാത്രം കൃഷിയെ പറ്റിയിട്ടുണ്ട്. ഇന്നെപ്പോലത്തെ വിവരം കുറഞ്ഞ ഒരാൾക്ക് പോലും 10 ദിവസം പറഞ്ഞാൽ തീരില്ല കൃഷി. ഒരു രാജ്യത്തിന്റെ പേരിൽ ഒരു അധ്യായം, സബഇന്റെ പേരിൽ. സബഇന്റെ മഹത്വം എന്താ? കൃഷി തന്നെ. സൂറത്ത് യാസീന്റെ തൊട്ട് മുമ്പുള്ളതിന്റെ തൊട്ട് മുകളിൽ ഒരു അധ്യായം സബ. എന്താ സബഇന്റെ പ്രത്യേകത? സബയിൽ ലോകപ്രശസ്തമായ അണക്കെട്ടുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ ജലസേചനത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി, ജലസേചന സൗകര്യത്തിന് വേണ്ടി അണക്കെട്ടുണ്ടാക്കിയത് ബൽഖീസിന്റെ നാട്ടുകാരായിരുന്നു. അതുകൊണ്ട് ആ അണക്കെട്ടിന്റെയും കൃഷിയുടെയും മനോഹാരിത കാരണം ഒരു അധ്യായം ഖുർആനിൽ സൂറത്തു സബ. സബയിൽ നോക്കൂ നിങ്ങൾ, കോഴിക്കോട്ടിനെ പറ്റി അധ്യായമില്ല, മുത്തേടത്തെ പറ്റി ഒരു അധ്യായമില്ല. എന്നാൽ സബയിനെ പറ്റി ഒരു അധ്യായമുണ്ട്. എന്തുകൊണ്ട്? പുരാതന കാലഘട്ടത്തിലെ വലിയ വൈവിധ്യമാർന്ന വളർച്ചയുള്ള രാജ്യം സബ ആയിരുന്നു. എന്റെ പുരോഗതിയുടെ അടിസ്ഥാനം കൃഷിയായിരുന്നു. ആ കൃഷി കാരണം അവർ ലോകത്തിന്റെ നാണയങ്ങൾ മുഴുവനും കൈക്കലാക്കിയിരുന്നു. അതുകൊണ്ട് അവരുടെ രാജ്ഞിക്കുണ്ടായിരുന്ന അതിവിശിഷ്ടമായ സിംഹാസനം പോലെ ഒരു സിംഹാസനം ആർക്കും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു കാരണം? അവരുടെ കയ്യിൽ കൃഷി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ അണക്കെട്ടുണ്ടായിരുന്നു. ലോകത്തെ അതിപ്രശസ്തമായ ആദ്യത്തെ അണക്കെട്ടുണ്ടാക്കിയത് സബഈകളാണ്, ബൽഖീസിന്റെ നാട്ടുകാർ.
ജന്നതൈനി ജന്നതൈനി അൻ യമീനി വശിമാ. നടന്നു പോകുന്ന ആർക്കും വലഭാഗത്തേക്ക് നോക്കിയാലും ഇടഭാഗത്തേക്ക് നോക്കിയാലും മനോഹരമായ തോട്ടങ്ങൾ, എവിടെയും തോട്ടം. സബയിൽ എത്രയാ BC 1000-ന്റെയും 900-ന്റെയും ഇടയിലാണ് ഈ സംഭവം. BC ഈ അണക്കെട്ട് ശ്രദ്ധിക്കണേ, BC 900-ന്റെയും 1000-ന്റെയും ഒക്കെ ഇടയിലുള്ള കാലത്താണ് അവർക്ക് ഈ അണക്കെട്ടുണ്ടായത്. അതായത് നമ്മുടെ 3000 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് അണക്കെട്ടുണ്ടായിരുന്നു. ആ അണക്കെട്ടിലെ വെള്ളം കൊണ്ട് അവർ രാജ്യം മുഴുവനും മനോഹരമായി വെള്ളം നടത്തിയിരുന്നു. ഇഷ്ടം പോലെ കൃഷിയുണ്ടായിരുന്നു, തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്തോളി, ഇതൊക്കെ പടച്ചോൻ നിങ്ങൾക്ക് തരുന്നതല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നന്ദി കുറച്ച് കുറഞ്ഞു പോയി. നമ്മൾ ഈ കൃഷിയെ നിന്ദിച്ചപ്പോഴാണ് അവരുടെ നാശമായത്. ഉദാഹരണം പറയാം, ഒരു 10, 25, 50 തെങ്ങ് കൊണ്ട് നല്ല ഉപജീവനം കഴിക്കും, മക്കളെ കെട്ടിക്കും, അവസാനം ഒരു ഹജ്ജും ചെയ്തു വരും നമ്മളെ വാപ്പമാര്. നേരെ മറിച്ച് ഈ തെങ്ങിനെ നമ്മൾ നിന്ദിച്ചു. തെങ്ങ് കൊണ്ട് എന്താ കിട്ടുന്നത് എന്ന് പറഞ്ഞത് മുതൽ തേങ്ങ കിട്ടാതെയായി. ഉള്ള തേങ്ങ മണ്ടരിയായി പോയി. വെറുതെ തല തുറന്ന് ചിന്തിക്കുക. ഈ തെങ്ങിനെ നമ്മൾ നിന്ദിച്ചപ്പോഴാണ് തേങ്ങ ഇല്ലാതെയായത്. പഴയ കാലത്തോ തെങ്ങിനോട് ഭയങ്കര കൃഷിയോട് ബഹുമാനാണ്. തെങ്ങിന്റെ കൊരലിൽ പുതിയ ഒരു പൂക്കൽ ഉണ്ടാവുന്നത് കണ്ടാൽ വാപ്പാക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്തിടയിൽ നിന്ന് തേങ്ങ കൂടുമല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടായിരുന്നു ഉപജീവനം. അതുകൊണ്ട് ഓരോ തവണ തേങ്ങയിട്ടാലും കുറച്ചൊക്കെ സൂക്ഷിച്ചു വെക്കും. എന്റെ വല്യപ്പാക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, തേങ്ങയിട്ടാൽ കുറച്ച് തേങ്ങ മാറ്റി വെക്കും. എല്ലാ ഇടയിലും ലേശം തേങ്ങ മാറ്റി വെക്കും. എല്ലാ ഇടയിലും കുറച്ച് തേങ്ങ ചകിരി പൊളിക്കാത്ത ചകിരി തന്നെ സൂക്ഷിച്ചു വെക്കും. തേങ്ങ വിറ്റാലും കുറച്ച് തേങ്ങ മാറ്റി വെക്കും. അതെന്ന് വെക്കുന്നതോ അത് റബീഉൽ അവ്വലിൽ വിൽക്കും. ആ റബീഉൽ അവ്വലിൽ വിൽക്കുന്ന തേങ്ങ കൊണ്ടാണ് വലിയ നാട്ടിലുള്ള അത്യാവശ്യക്കാരെ എല്ലാരും വിളിച്ചിട്ട് വല്ലിപ്പ മൗലിദ് കഴിക്കും. അതൊക്കെ ആയുസ് മുഴുവനും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ എന്തുണ്ടായി? ഓരോ തേങ്ങയിടയിലും റസൂലുള്ളാഹിക്ക് വേണ്ടി നീക്കിച്ചു ബഹുമാനം. പുണ്യനബിയോട് ബഹുമാനം, കൃഷിയോട് ബഹുമാനം. ആർക്കുള്ളത്? ഇന്ന് ആർക്കുള്ളത്? നമുക്കെന്താ നോക്ക്, ഓരോ പ്രാവശ്യമുള്ള തേങ്ങയിടയിലും ഒരല്പം 8 or 10 തേങ്ങ മാറ്റിവെക്കും. അങ്ങനെ കൊല്ലത്തിൽ എന്തെയും ഒന്നിച്ചു കൂട്ടി വല്ലിപ്പ വിൽക്കും. അപ്പൊ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു മൗലിദ് നടത്താൻ എങ്ങോട്ടും പോവേണ്ടതില്ല, ഒരു വിഷമമില്ല. എന്തുകൊണ്ട്? അത് അവിടെ നേരത്തെ തന്നെ സൂക്ഷിച്ചു. അതെമ്പാടും മതിയാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കൃഷിയോടും അതേപോലെ തന്നെ ആണ്ടർതിയോടും അന്ന് ബഹുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല അള്ളാഹ്ക്ക് കഴിച്ചോളൂ, അള്ളാഹ്ക്ക് നന്ദിയും ചെയ്തോളൂ എന്ന് അള്ളാഹു തആല ജനതയോട് പറഞ്ഞു. ബൽദത്തുൻ ത്വയ്യിബ റബ്ബുൻ ഗഫൂർ ഫഅറളു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ായിരുന്നു. പക്ഷെ നന്ദി കേട് കാണിച്ചപ്പോൾ അല്ലാഹു തആല തോട്ടത്തെ നശിപ്പിച്ചു കളഞ്ഞു. ذلك جزيناهم بما كفروا وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرا. അതിന്റെ പരിസരത്തെ നാടുകളെ മനോഹരമാവാ. ആ നാടുകളിലൊക്കെ യാത്രക്കാർക്ക് മനോഹരമായ മരുപ്പച്ചകളുടെ താവളങ്ങളെ നാം ഉണ്ടാക്കുകയും ചെയ്തു. ആ നാട്ടിലൊക്കെ നിങ്ങളൊന്ന് നടന്നു നോക്കി. ലയാലിയ വയ്യാമൻ ആമിനീൻ. ആ കൃഷിയുള്ള ഭൂമിയിലൊക്കെ നിങ്ങൾ നല്ല മരുപ്പച്ചകളുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെ കൊണ്ട് പോയി നോക്കി എന്ന് അല്ലാഹു പറയുന്നു. വിശദീകരിക്കണില്ല പറഞ്ഞാതാരാ എന്ന്. അപ്പൊ ചുരുക്കത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ദുനിയാവിൽ അല്ലാഹു തആല നരകം പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം കൃഷി നശിപ്പിക്കുന്നവർക്കാവുന്നു. നിസ്സാരമായ കാര്യത്തിന് വേണ്ടി വിളവെട്ടി നശിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ്. എന്തെങ്കിലും നിസ്സാരമായ കാര്യം കവുങ്ങ് വെട്ടുക, വാഴ വെട്ടുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില പാർട്ടിക്കാർ ചെയ്യാറുണ്ട്. പാർട്ടിക്കാർ വലിയ പരിസ്ഥിതി പറയുമെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എതിർ പാർട്ടിക്കാരെ വാഴ വെട്ടും. അതാ ചെയ്യാ. അവരിങ്ങനെ വെറുതെ പറയുന്നു മാത്രമേ ഉള്ളൂ. അവർ വാക്കിന് ഒരു കോതയുടെ പാട്ടിന്റെ വില പോലുമില്ല.
രാഷ്ട്രീയക്കാരുടെ നാവിന് കോതയുടെ പാട്ടിന്റെ വില പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അവർ വെറുതെ എങ്ങനെ പറയുന്നുള്ളൂ. നാട്ടിൽ ഏറ്റവും കൂടുതൽ വിളവെട്ടി നശിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതങ്ങോട്ട് പോയിട്ട് സർവ്വസാധാരണ, കണ്ണൂർ ജില്ലയൊക്കെ സർവ്വസാധാരണയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളവെട്ടി നശിപ്പിക്കും. വിളവെട്ടി നശിപ്പിക്കുന്നവർക്ക് നരകം. എവിടെ? സൂറത്തുൽ ബഖറ 204, 205, 206. നിസ്കരിക്കാത്തവർക്ക് മാത്രമല്ല, കൃഷി നശിപ്പിക്കുന്നവർക്ക് നരകം. ഇയാൾക്ക് പുതിയ ഖുർആൻ ഉണ്ടാക്കിയ അങ്ങനെ തോന്നണ്ട, ഖുർആനിലുണ്ട്. വെള്ളം നശിപ്പിക്കുന്നവർക്ക് നരകം. അന്യന്റെ വാഴവെട്ടി നശിപ്പിക്കുന്നവർക്ക്, കൗങ്ങനട്ടി നശിപ്പിക്കുന്നവർക്ക് നരകം. എവിടെണ്ട്? ഖുർആൻ അൽ ബഖറ. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل. ചില ആളുകൾ പുറത്തിറങ്ങിയാൽ പരമ്പരകളെയും കൃഷിയെയും നശിപ്പിക്കും, തലമുറകളെയും കൃഷിയെയും നശിപ്പിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹുവിന് അത്രയും ഫസാദ് ഇഷ്ടമില്ല. ഹർത്ത്, കൃഷി നശിപ്പിക്കുന്ന ചില ആളുകളുടെ ഭൂമിയിൽ. അത് മനുഷ്യന് ഉപകാരമുള്ളതല്ലേ, തൊട്ടുപോകരുത് എന്ന് പടച്ചവനെ പേടിക്കെന്ന് പറഞ്ഞാലോ അപ്പോൾ വലിയ യോഗ്യനാവും. എന്നോട് പറയാൻ ആരാണ്? ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് വേണമെങ്കിൽ അവർ പറയും. കൃഷി നശിപ്പിക്കുന്നവർക്ക് നരകമാണ്. സൂറത്തുൽ ബഖറ അൽ ബഖറ. കൃഷി നശിപ്പിക്കുന്നവർക്ക് നരകമാണ്. ഡൗട്ടുള്ളവർക്ക് ഈ ആയത്തിന് അങ്ങനെ തന്നെയാണോ അർത്ഥം തൊട്ടടുത്ത് ഉസ്താദിനൊന്ന് തോണ്ടിയിട്ട് ചോദിച്ചാൽ മതി. അതന്നെയാണോ? ചില ആളുകൾ ഭൂമിയിൽ അധ്വാനിക്കും, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, കൃഷിയെ നശിപ്പിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹർത്ത്, കൃഷി. ആദം ഹാരിസ് കർഷകൻ. ആദം കർഷകനായിരുന്നു. യുഹ്ലിക്കുൽ ഹർസ. ചില ആളുകൾ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കും. അവർക്ക് ജഹന്നം, അവർക്ക് നരകം മതിയായതാണ്. അവർക്ക് ഏർപ്പെടുത്തിയ തൊട്ടിൽ ഏറ്റവും മോശമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കണില്ല, പറഞ്ഞാൽ ധാരാളം വിഷയങ്ങളുണ്ട്, ഒരുപാട് പറയാനുണ്ട്. മുഅ്മിനീങ്ങളെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇത് സംബന്ധമായി ഞാൻ ചില ഹദീസുകൾ കാണിക്കാം. കേട്ടോളൂ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു വർസന ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു ഇൻസാനുൻ ഔ ത്വയ്റുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബി സദഖ. സ്വഹീഹുൽ ബുഖാരി. കേട്ടോ, ഇതെന്ന് തല തുറന്ന് കേൾക്ക്. മുഅ്മിനീങ്ങളെ, ഒരാൾ ഒരു വൃക്ഷത്തെയോ ഒരു മരത്തെയോ ഒരു ചെടിയോ ഒരു ധാന്യമോ ഭൂമിയിൽ നട്ടാൽ, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ യഗ്രിസു വർസൻ, ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നു, യസ്റഉ സർഅൻ, അല്ലെങ്കിൽ ഒരു ധാന്യത്തെ കൃഷി ചെയ്യുന്നു എങ്കിൽ, ഫയഅകുലു മിൻഹു ഇൻസാനുൻ, എന്നിട്ട് അതിൽ നിന്നൊരു മനുഷ്യൻ കഴിക്കുന്നു, ഔ ത്വയ്റുൻ, അല്ലെങ്കിൽ ഒരു പറവ കഴിക്കുന്നു, ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ ഒരു മൃഗം കഴിക്കുന്നു എങ്കിൽ, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അതവന് സ്വദഖ മാത്രമാണ് അന്ത്യനാളിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ പഴം കഴിക്കാന്ന് മാത്രമല്ല, ഫയഅകുലു മിൻഹു, അതിന് കഴിക്കണം. അപ്പോൾ എന്താവും? ചില ജീവികൾക്ക് പഴം ഭക്ഷണമാവും, ചില ജീവികൾക്ക് തണ്ട് ഭക്ഷണമാവും, ചില ജീവികൾക്ക് ചീഞ്ഞ തണ്ട് ഭക്ഷണമാകും, ചില ജീവികൾക്ക് ഇല ഭക്ഷണമാവും. ഇപ്പൊ മത്തന്റെ ഇലയൊക്കെ ചില പുഴു തിന്നുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അത് ഈ നട്ടുപിടിപ്പിച്ചുള്ള സ്വദഖയാണ് എന്ന് പുണ്യനബി. അതായത് അതിൽ നിന്ന് ആര് കഴിച്ചാലും, ഒരു പുഴു കഴിച്ചാലും ആര് കഴിച്ചാലും സ്വദഖയാ. അങ്ങനെ കഴിച്ചാലും സ്വദഖയാ. ഒരു പുഴു കഴിക്കും. പുഴു എത്ര കഴിക്കും? നല്ല പുഴിച്ചാടികളൊക്കെ ഇതൊക്കെ കഴിക്കും, അത് സ്വദഖയാ. എത്ര കഴിക്കും? ഉറുമ്പ് കഴിക്കും, സ്വദഖയാ. ഒക്കെ സ്വദഖയാ. മാമിന സ്വഹീഹുൽ ബുഖാരി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
പഴയ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്കൊക്കെ എമ്പാടും ഇങ്ങനത്തെ സ്വതക്കയുണ്ടാവും. ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ നാളികേരത്തൊക്കെ ഒരു ജനതയുടെ സ്വതക്കയാ. നമ്മക്കോ നമ്മളാ ഉള്ള തെങ്ങ് മുറിച്ചിട്ട് അവിടെ വീട് വെച്ചൊന്ന് മാത്രം. മനസ്സിലായി നോക്കണേ. ഇന്നീ കാണുന്ന വലിയ തെങ്ങൊക്കെ നമ്മളെ സ്വതക്കയല്ല, അവരുടെ സ്വതക്കയാ. മരിച്ചിട്ട് കാലത്രയായി അവരെ വീട്ടിലേക്ക് സ്വതക്കയാ. അതിലൂടെ എന്ത് നടന്നാലും സ്വതക്കയാ. അതിന്റെ ഒരു പട്ട എടുത്തിട്ട് അടുപ്പിൽ തിരികെ പെണ്ണിനെ അടുപ്പിൽ വെച്ചു, അത് മരിച്ചുപോയ വല്യപ്പക്ക് സ്വതക്കയാ. ചിന്തിക്കുക. അതിന് തേങ്ങയുണ്ടായി, തേങ്ങ ചിരണ്ടിയ തേങ്ങയുടെ ബാക്കി അതിന്റെ ചിരട്ടയടക്കം പുറത്തേക്കിട്ടു. അതിനെ 10,000 ഉറുമ്പ് പൊതിഞ്ഞു. ആ 10,000 ഉറുമ്പിന്റെ ഭക്ഷണം വല്യപ്പാക്ക് സ്വതക്കയാ. അപ്പോൾ ഒരു തേങ്ങയുടെ ചിരട്ട ഇങ്ങനെ ചിരവുകൊണ്ട് എടുത്തിട്ട് പുറത്തേക്കിട്ടല്ലോ, അതിന്മേൽ ചെറിയ അസറുണ്ടാവൂലേ, അത് മതി ആർക്ക്? ഉറുമ്പിന്. അത് വല്യപ്പാക്ക് സ്വതക്കയാ. എന്താ നമുക്കുണ്ടാവുക? നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് കുറച്ച് വടിയുണ്ട്, കുറച്ച് കൊടിയുണ്ട്, അതന്നെ. അത് ബാക്കിയുണ്ട്. കുറച്ച് കൊടിയും വടിയും നമുക്ക് ബാക്കിയാവും. എന്താ നമുക്ക് ഉണ്ടാവുക? കുറച്ച് കൊടിയും വടിയും ഇല്ല എന്നല്ലത്. എന്താ മനുഷ്യന്മാരെ നമുക്കുള്ളത്? മുഅ്മിനേ, ഇതൊന്ന് ചിന്തിക്ക്. മാമിൻ മുസ്ലിമിനെ യഗരിസു വർസന ഔ യസ്റഉ സറഅൻ ഫയകുലു മിൻഹു ഇൻസാനുൻ ഔ ത്വയ്റുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി. നല്ല ഒരു മാന്തൈ കണ്ടാല് വല്ലിപ്പത് കൊണ്ടുവരും. പാടത്തുനിന്ന് വരുമ്പോ പറമ്പുണ്ട് വരുമ്പോ ഒരു മാന്തൈ കൊണ്ടുവരും. ആരടുത്തൊരു മാവ് കണ്ടാലും അതിന്റെ 2 മുളപ്പിച്ച് എനിക്ക് തരണേ എന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് തരണേ എന്ന് പറയും. അല്ലെങ്കിൽ നല്ലൊരു പഴം കിട്ടിയാല് ആ പഴം വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുളപ്പിക്കും. എന്നിട്ടോ അതിൽ പിന്നെ വലിയതായിട്ട് മാവുണ്ടാവും. ആ മാവ് കൊണ്ട് വല്യപ്പാക്ക് എത്ര കോടി മനുഷ്യന്മാരെ സ്വതക്കട്ട് ഒരൊറ്റ കൊല്ലത്തിൽ സീസണിൽ. إلى مثمر من كل أمكنة طير وليس إليه الخط والرسل. പഴം കഴിച്ചാൽ കത്തേക്കണ്ടയില്ല, പറവ വരും. മനസ്സിലായില്ല? മാവിൽ നിന്ന് മാമ്പഴം ഉണ്ടായാൽ പറവ അങ്ങോട്ട് വരും. യസ്ആ ഇലാ മുസ്മിരിൻ മിൻ കുല്ലി അംകിനത്തിൻ ത്വയ്റുൻ. പറവ അങ്ങോട്ട് വരും. വലൈസ ഇലൈഹിൽ ഖത്തു. കത്തയക്കണ്ടയില്ല. വറുസുലു. ദൂതന്മാരെ പറഞ്ഞയക്കണ്ടയില്ല. ഞങ്ങളെ നാട്ടിൽ മാമ്പഴം പഴുത്തിട്ടുണ്ട് എന്ന് പക്ഷിക്ക് വിവരം കൊടുക്കണ്ടയില്ല. പക്ഷിക്ക് ആജാതി ശക്തിയുണ്ട്. ഇങ്ങോട്ട് 10,000-100 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പക്ഷി കൃത്യമായിട്ട് ക്രാഷിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ്. അതാണ് ഇലാ മുസ്മിരിൻ മിൻ കുല്ലി അംകിനത്തിൻ ത്വയ്റുൻ വലൈസ ഇലൈഹി അൽ ഖത്തു വറുസുലു. അപ്പോൾ നമ്മള് ഇന്ന് കാണുന്ന ഈ മാവുകൾ, പക്ഷെ നീ എത്ര മാവ് നട്ടു? നിന്റെ വീട്ടിന്റെ വളപ്പിലുള്ള മാവ് വല്യാപ്പക്ക് സ്വതക്കയാണ്. നിനക്കെന്തായി? നിനക്കത് കക്കൂസിലേക്കുള്ള ഉരുപ്പടിയാണ്. വല്യാപ്പാക്കത് സ്വതക്കയാണ്. നിന്റെ വീട്ടുവളപ്പിലെ മാവ് വല്യാപ്പാക്ക് സ്വതക്കയാ. നോക്കൂ, മൈസൂരിൽ നിങ്ങൾ കാണുന്ന വലിയ മരങ്ങളില്ലേ, ആ മരം ഒരു മനുഷ്യന്റെ സ്വതക്കയാ. ആ മനുഷ്യൻ 2 പ്രധാനപ്പെട്ട മരങ്ങളും മനുഷ്യർക്കാണ്. മൈസൂർ ടൗണിൽ കാണുന്ന ഭീമാകാരമായ വൃക്ഷങ്ങളെ കാണുന്നില്ലേ, അത് 2 മനുഷ്യർക്കുള്ള സ്വതക്കയാ. ഒന്ന് ഹൈദരലി ടിപ്പുവാ, ഒന്ന് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്. 2 ആളുകളാണ് വച്ചുപിടിപ്പിച്ചത്. ഇന്നും മൈസൂരിൽ ടൗണിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ 2 മഹാന്മാരുടെ സദക്കയാണ്. ഒന്ന് ഹൈദരലി ടിപ്പു റഹ്മത്തുള്ളാഹ്, ഒന്ന് ടിപ്പു സുൽത്താൻ. ഉറക്കെ പറഞ്ഞേക്ക്. ഇതൊക്കെ വലിയ മഹാന്മാരാണ്. വലിയ മഹാന്മാരും മൂമിനീങ്ങളും പടച്ചോനെ പേടിയുള്ളവരും നന്മ നടക്കണമെന്ന് ആഗ്രഹമുള്ളവരും നല്ല മനുഷ്യന്മാരാണ്. ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യന്മാരാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ടിപ്പുവിന്റെ ഖബറുള്ള സ്ഥലത്ത് നിങ്ങൾ പോയിട്ടില്ലേ? അവിടെ എന്താ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ തോപ്പിന്റെ, ആ മാന്തോപ്പിന്റെ നടുവിലാണ് ടിപ്പുവിന്റെ ഖബർ. അവിടെ ഒരു പള്ളിയുണ്ട്. ടിപ്പുവിന്റെ ഖബറിന്റെ അടുത്ത് പോയ ആളുകളൊന്ന് കൈപ്പൊക്കി. അവിടെയൊക്കെ പോകണം. അതൊന്നും പോലെ വലിയ മൈസൂർ പോയിട്ട് ആ പൂന്തോട്ടൊന്നുമല്ല കാണേണ്ടത്, അവിടെ ഒന്ന് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി മരിച്ചു വീണ മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹ്. വലിയ സ്വാലിഹാണ്, ഭയങ്കര സ്വാലിഹായ മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. മൈസൂരിൽ അവിടെ പോകുന്ന നടത്തുന്നത് എന്തോ ഒരു ശാന്തസുന്ദരമായ ഒരു ഏരിയ ആണെന്നറിയാം. ഭയങ്കര ഒരു സമാധാനം കിട്ടും മനസ്സിൽ. വണ്ടിയൊക്കെ പുറത്ത് നിർത്തിയിട്ട് അത്ര ദൂരം ഇങ്ങനെ നടന്ന് ആ മാന്തോപ്പിന്റെ നടുവിൽ കൂടെ നടന്നിട്ട് അവിടെ നിന്ന് പോയി സിയാറത്ത് ചെയ്താൽ ഭയങ്കര സന്തോഷം കിട്ടും മനസ്സിന്. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹ്
ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ് ഏത് പ്രയാസങ്ങൾക്കും, ഏത് പ്രയാസമുള്ളവർ സാഹചര്യത്തിനും ടിപ്പുവിന്റെ മേൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞിരുന്നു. പല ആളുകളും മൈസൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മൈസൂരിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയുടെ തലേ ദിവസം വേദനയോടുകൂടെ മഹാനവറുകളെ സമീപിച്ചപ്പോൾ മൈസൂരിലെ ആള് ഞാനല്ല, അവിടെ വേറെ ആളാണ്, അയാളുടെ മേൽ ഫാത്തിഹ ഓതിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ആളുകൾ ഇന്ന് കേരളത്തിൽ ഡോക്ടർമാരുണ്ട്. MBBSന് പഠിക്കാൻ പോയ ഡോക്ടർമാർ, ആ ഡോക്ടർമാരോട് പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടിപ്പു സുൽത്താന്റെ മേൽ ഫാത്തിഹ ഓതാൻ ശംസുൽ ഉലമ കൽപ്പന കൊടുക്കുകയും അത്തരം ഡോക്ടർമാർ കേരളത്തിലെ നിപുണന്മാരായ മുസ്ലിം ഡോക്ടർമാരിൽ ചില ആളുകളെ എനിക്കറിയാം, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകളുണ്ട്. ശംസുൽ ഉലമ കൽപ്പന കൊടുത്തു. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ടവരാണ്. ആ ഹൈദർ ടിപ്പു സുൽത്താനുമാണ് ആ കാണുന്ന വിശാലമായ ആ മരങ്ങൾ മുഴുവൻ വെട്ടിപ്പിച്ചു. എന്തുകൊണ്ട്? അത് മുഅ്മിനായ മനുഷ്യന് സദഖയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ വേറെ ഹദീസ് കാണാം. അൻ ജാബിരിൻ ഖാല മാമിൻ മുസ്ലിമിൻ യഗ്രിസു വർസൻ ഇല്ലാ കാന ലഹു മാ അകല മിൻ ലഹു സദഖ. ആര് കഴിച്ചാലും എന്ത് കഴിച്ചാലും സദഖയാ. വമാ സുരിഖ മിൻഹു ലഹു സദഖ. ആര് കട്ടുകൊണ്ടുപോയാലും ആൾക്ക് സദഖയാവുന്നു. വമാ സുരിഖ ലഹു മിൻഹു സദഖ. അതായത് ഒരു മാവുണ്ടാക്കി കുഴിച്ചിട്ട് പോയി, വല്ലിപ്പ മരിച്ചുപോയി, പിന്നെ ആരോ അതിൽ നിന്ന് മാങ്ങ നമ്മളറിയാതെ സൂര്യക്ക പാറ സൂര്യക്ക കട്ടുകൊണ്ടുപോയി. ഇവിടെ പൂവിനെ കട്ട് പറിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ മുരളീധരൻ. പൂവല്ല, എന്ത് കട്ടു? മാങ്ങ കട്ടു. വമാ സൂര്യക്കലഹു ആ മരത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും കട്ടാൽ പോലും ഇത് കുഴിച്ചിട്ട ആൾക്കുള്ള സദഖയാണെന്ന് പുണ്യനബി. എന്താ? ലാ യഗ്രിസുൽ മുസ്ലിമു ഖുർസൻ ഫയകുലു മിൻഹു ഇൻസാനുൻ വലാ ദാബത്തുൻ വലാ ത്വയ്റുൻ ഇല്ലാ കാന ലഹു സദഖ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ ആണ് സദഖയാ ഖാല റസൂലുള്ളാഹി എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ ഭൂമിയിൽ ഒരു സാധനം നട്ടുപിടിപ്പിച്ചു, പിന്നെ നമ്മൾ ആ ഭൂമി വിറ്റാൽ പോലും ആ വെച്ച് പിടിപ്പിച്ച ആൾക്കാണ് ഖിയാമത്ത് നാൾ വരെ അത് സദഖയാവും. ഭൂമി വേറെ ആളെ കയ്യിലാവുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ വിൽക്കാനുള്ള ഭൂമിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? വെച്ചുപിടിപ്പിക്കണം. ഈ ഹദീസിന്റെ താഴെ, ബുഖാരിയിലെ ഈ ഹദീസിന്റെ താഴെ ഫത്ഹുൽ ബാരി വ്യാഖ്യാനം കൊടുത്തതാ. വലവ് ഇന്തഖല മുൽക്കുഹു ഇലാ ഗൈരിഹി. അതിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് നീങ്ങിയാൽ പോലും ഇയാൾക്കത് സദഖയായി നിൽക്കും. നമ്മളൊരു ഭൂമിയിൽ തെങ്ങോ കവുങ്ങോ പിന്നെ അതുപോലത്തെ എന്തോ സാധനം വെച്ച് പിടിപ്പിച്ചു, പിന്നെ കുറച്ചല്ലെങ്കിൽ ആ ഭൂമി നമ്മൾ വിൽക്കേണ്ടി വന്നാലും ആ നമ്മുടെ മേലത് സദഖയായി നിൽക്കും. ഭൂമി പോയി എന്നാലും നമുക്കത് അള്ളാന്റെ അടുക്കൽ സദഖയാണ്. അള്ളാന്റെ അടുക്കൽ പോയിട്ടില്ല, ഭൗതിക ലോകത്തെ പോയിട്ടുള്ളൂ, അള്ളാന്റെ അടുക്കൽ പോയിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഇതിലും വലിയ സൗകര്യം എന്താ എന്ന് ഒരുപാട് ഹദീസ് കാണാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. കൃഷി ചെയ്യുക എന്നത് ഫർള് കിഫയിൽപ്പെട്ടതാവുന്നു. ജമാഅത്ത് നിസ്കാരം പോലെയാണ്. ഒരു നാട്ടിൽ കഴിക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ ആ നാട്ടിൽ ഉണ്ടാക്കി തീർക്കൽ ആ നാട്ടുകാരെ ബാധ്യതയാണ്. ഫർള് കിഫയാണ്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിനൊഴിവാവും, ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതന്നെ. അപ്പൊ നമ്മൾ നാട്ടിലുള്ള ഈ കൃഷിയൊക്കെ നമ്മൾ ഇല്ലാതെയാക്കി, നമ്മൾ ഈ നോട്ടടിക്കുന്നതിന്റെ പിന്നാലെ മാത്രം പോയി. ഫലത്തിൽ നമ്മൾക്കിപ്പോ 2007 കണക്കനുസരിച്ച് 40 ലക്ഷം ടൺ അരി വേണം നമുക്ക്. അതിൽ എത്ര നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്? 5 ലക്ഷം ടൺ. ബാക്കി 2007 കണക്കനുസരിച്ച് തന്നെ 35 ലക്ഷം ടൺ നമുക്ക് കമ്മിയാണ്. എങ്കിൽ ഇനി എവിടെയെങ്കിലും ഈ 4 ഭാഗത്തും അടവ് വന്നു എങ്കിൽ ഇവിടെ പട്ടിണിയിലാവുമല്ലോ. പട്ടിണിയിലാവുമ്പോൾ കുറ്റക്കാരാ, പാവപ്പെട്ട കുട്ടികളടക്കം പട്ടിണിയാവും. അപ്പോൾ കുറ്റക്കാരാവും ആര്? വലിയ മനുഷ്യന്മാര്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ നിർവഹിക്കാതെ അമാന്തം കാണിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റക്കാരാവും. മിൻ ഫുറൂദിൽ കിഫായ ഖുർതുബി യജിബു അലൽ ഇമാമി, ഭരണാധികാരിക്ക് നിർബന്ധമാണ് കൃഷി ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിക്കൽ. അപ്പൊ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമല്ല. മനസ്സിലായില്ല? അപ്പൊ വയൽ നികത്തരുത് എന്നപ്പോ സർക്കാർ പറയുമ്പോഴത്തെ നമ്മൾ ചൂടാകും, ഇതെന്ത് സർക്കാരാണ്?
ഇസ്ലാമിക സർക്കാർ ആണെങ്കിൽ പോലും അത് ഭരണാധികാരിക്ക് നിർബന്ധമാണ് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇമാമി, ഭരണാധികാരിയുടെ മേൽ നിർബന്ധമാണ് ആ യുജിബിറന്നാസ, ജനങ്ങളെ നിർബന്ധിക്കണം അലിഹ, കൃഷിയുടെ മേൽ. ധാന്യകൃഷി മാത്രമല്ല, മരങ്ങൾ വെച്ച് പിടിപ്പിക്കലടക്കം അതിന്റെ മേൽ നിർബന്ധിക്കൽ ഭരണാധികാരി നടത്തേണ്ടതാണ്. അമലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമല ബിഹാ സ്വഹാബുഹു മിൻ ബഅദിഹി. കൃഷിക്കെടുക്കൽ, കൃഷി ചെയ്യൽ പുണ്യനബിയുടെ രീതിയായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളും ചെയ്തിരുന്നു. സ്വഹീഹുൽ ബുഖാരി, കൃഷി പുണ്യനബിയുടെ രീതിയായിരുന്നു. കൃഷിക്കെടുക്കുക, കൃഷി ചെയ്യുക നബിയുടെ രീതിയാണ് എന്ന്. عن ابن عباس قال إن رسول الله صلى الله عليه وسلم عامل أهل خيبر بشطر ما يخرج منها من زرع أو ثمر. ഖൈബർ പിടിച്ചടക്കിയപ്പോൾ ഖൈബറിലെ ജൂതന്മാരോട് പുണ്യനബി പറഞ്ഞു, നിങ്ങൾ ഖൈബർ വിട്ടു പോകേണ്ടതില്ല, ഇവിടെ കൃഷി ചെയ്താൽ മതി. മനസ്സിലായില്ല? ശ്രദ്ധിക്കണേ. ഖൈബർ പിടിച്ചടക്കിയപ്പോൾ ഖൈബറിലെ ജൂതന്മാരോട് പുണ്യനബി ഇളവ് കൊടുത്തു, നിങ്ങൾ ഖൈബർ വിട്ടു പോകണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? കൃഷി ചെയ്താൽ മതി എന്ന് പുണ്യനബി. ഇതിനു വലിയ പ്രോത്സാഹനം എന്താ വേണ്ടത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട് പിടിച്ചടക്കിയിട്ട് ആ നാട് പിടിച്ചടക്കിയ ആൾ ആ നാട്ടുകാരോട് എന്ത് പറയാ? ആരും ഇവിടുന്ന് വിട്ടുകൊണ്ട് കൃഷി ചെയ്താൽ മതി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, സ്വഹീഹുൽ ബുഖാരി. എന്റെ മാപ്പിളാരെ, നമ്മൾ ഇന്ന് വിരല് കടിക്കോലോ. ഞാനൊരു ഹദീസ് പറയാൻ പോവുകയാണ്. മാബിൽ മദീനത്തി അഹ്ലു ബൈത്തി ഹിജ്റ ഇല്ലാ യസ്റഊന. കൃഷി ചെയ്യാത്തൊരു വീട് മദീനയിൽ ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരല്ലാത്തൊരു വീട് മദീനയിൽ ഉണ്ടായിരുന്നില്ല. അലി വസഅദ് ബിൻ മാലിക് വഅബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് വഉമർ ബിൻ അബ്ദുൽ അസീസ് വൽഖാസിം വഉർവ വആലു അബീ ബക്കർ വആലു ഉമറ വആലു അലി, ഇവരെല്ലാവരും കൃഷി ചെയ്തവരായിരുന്നു. എല്ലാ കുടുംബത്തിനും കൃഷി ഉണ്ടായിരുന്നു. സിദ്ദീഖിന്റെ കുടുംബത്തിന് കൃഷി ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബിന്റെ കുടുംബത്തിന് കൃഷി ഉണ്ടായിരുന്നു. അലി ബിൻ അബീ ത്വാലിബിന്റെ കുടുംബത്തിന് കൃഷി ഉണ്ടായിരുന്നു. ആരാ പറയുന്നത്? സ്വഹീഹുൽ ബുഖാരി. മരണം വരെ ഇവർക്കൊക്കെ കൃഷി ഉണ്ടായിരുന്നു. മുഗനി എന്ന് വേറൊരു വാക്ക്, അമില ബിഹി റസൂലുള്ളാഹി ഹത്താ മാതാ. മരണം വരെ റസൂലുള്ളാഹിക്ക് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഖുലഫാക്കൾക്ക് കൃഷി ഉണ്ടായിരുന്നു. ഹത്താ മാതു, മരണം വരെ. വഅഹ്ലുഹും, അവരെ കുടുംബത്തിനും കൃഷി ഉണ്ടായിരുന്നു. വലം യബ്ഖ മിനൽ മദീനത്തി അഹ്ലു ബൈത്തിൻ ഇല്ലാ അമില ബിഹി. കൃഷി കൊണ്ട് പണിയെടുക്കാത്ത ഒരു വീട് മദീനയിൽ ഉണ്ടായിരുന്നില്ല. മദീനയിലെ എല്ലാ വീട്ടുകാർക്കും കൃഷി ഉണ്ടായിരുന്നു. നമുക്കോ? അതുകൊണ്ട് ചിന്തിക്കണം, ഇത് ഏറ്റവും വലിയ അമല. ഇത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അവനവന്റെ 10 സെന്റ് ആണെങ്കിൽ ഒരു കൃഷി വേണം. അവനവന്റെ കയ്യിൽ ഒരു 10 സെന്റ് ഉള്ളെങ്കിലും അതിലെന്തെങ്കിലും ഒരു കൃഷി വേണം. കൃഷി മിൻ അമലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം വരെ പുണ്യനബിക്ക് കൃഷി ഉണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബത്തിനും കൃഷി ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബിനും കുടുംബത്തിനും കൃഷി ഉണ്ടായിരുന്നു. എല്ലാ സ്വഹാബിമാർക്കും ഒരു വീടും കൃഷിയില്ലാത്ത ഒരു വീട് മദീനയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൃഷി ഉണ്ടായിരുന്നു എന്ന്. മക്കാത്തിലഹു അർളുൻ ഫൽ യസ്റ. ഓഹോ, റസൂലുള്ളാഹി ഹദീസ് ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. കേട്ടോ. പോത്തിന് തീറ്റാൻ വേണ്ടി മാത്രം പാടം വെറുതെ ഇടാൻ പാടില്ലാത്തതാണ്. മൻ കാന ലഹു അർളുൻ, ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഫൽ യസ്റഅഹാ, കൃഷി ചെയ്യണം. ഔ യംനഹഹാ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ മറ്റൊരാൾക്ക് കൊടുക്കണം. സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി. ഒന്നുന്റെ വാഗല്ല, ഒന്നും ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ല, ഒക്കെ സിറാഅത്തിന്റെ ബാബിൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ, മിക്കവാറും ഹദീസിന്റെ അത്യാവശ്യം കുറച്ച് ഭാഗം മാത്രം, ഉളു കുളിയും നിസ്കാരം നോമ്പ് മാത്രം പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ശ്രദ്ധിക്കേ, ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ കൃഷി ചെയ്യണം. അല്ലെങ്കിൽ ആ ഭൂമിയെ കൃഷി ചെയ്യാൻ മറ്റൊരാൾക്ക് കൊടുക്കണം. അവന്റെ സ്നേഹിതന് കൊടുക്കണം. ഏറ്റെടുത്ത ആൾ ചെയ്തിട്ടില്ലെങ്കിൽ നീ നിന്റെ ഭൂമിയെ പിടിച്ചു വാങ്ങിക്കോ, എന്നാലും കൊടുത്തു നോക്കണം.
മിന്നൻ യഖുദ അലൈഹാ ഖറാജൻ മഅലൂമാ സ്വഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി. മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി കൃഷിഭൂമിയെ ഇടുന്നതിനേക്കാൾ ഒരാൾക്ക് നല്ലത് കൃഷി ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഖാല റസൂലുള്ളാഹി എന്ന്. ആരുടേതുമല്ലാത്തൊരു ഭൂമി ഉണ്ടായി പഴയ കാലത്ത്, ശ്രദ്ധിക്കണം, ഇപ്പോൾ അങ്ങനത്തെ ഭൂമി ഉണ്ടാവില്ല. പഴയ കാലത്തുണ്ടായിരുന്നു. സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഇവരോടൊന്നുമില്ല. സർക്കാർ ഇപ്പോൾ റിസർവ് വനങ്ങളൊക്കെ പതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. വെറുതെ ഒരു ഭൂമി കിടക്കുന്നത് കണ്ടു, ആരുടേതുമല്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എവിടെയെന്നറിയോ? സൗദിയിലൊക്കെ പോയാൽ കാണാം. യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ കല്ല് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടവരൊന്ന് കൈ പൊക്കി, എന്താ പറഞ്ഞ മനസ്സിലായില്ലേ പറഞ്ഞത്? ചില ഏരിയയിലൊക്കെ ഇങ്ങനെ കല്ല് വെക്കും. അതെന്താണെന്നറിയോ? അത് അയാള് ഏറ്റെടുത്തു. പക്ഷെ കല്ല് വെച്ചിട്ട് കാര്യമല്ല. ഒരാൾ കല്ല് വെച്ച ഭൂമി 3 കൊല്ലത്തിനുള്ളിൽ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ അവകാശം നഷ്ടപ്പെടുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു ഭൂമിയിൽ, അതായത് ആരുടേതുമല്ലാത്തൊരു ഭൂമിയാണ് എങ്കിൽ ആ ഭൂമിയിൽ ഒരാൾക്ക് പോയിട്ട് കല്ല് വെക്കാം. കല്ല് വെക്കാൻ ആ ഭൂമിയെ എന്റേതാക്കാം. പക്ഷെ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. 3 കൊല്ലമെങ്കിലും അയാൾ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭൂമി ആർക്കും എടുക്കാം, അയാൾക്ക് അവകാശമില്ല. ഒരു മരിച്ചു കിടക്കുന്ന ഭൂമിയെ ഒരാൾ ഹയാത്താക്കിയാൽ ഫഹിയലഹു, ആ ഭൂമി പിന്നെ അവന്റേതാണ് എന്ന് പുണ്യ നബി. ഇന്നൽ അർളുല്ലാഹി വൽ ഇബാദു ഇബാദുല്ലാഹ് വമൻ അഹ്യാ മവാതൻ ഫഹുവ അഹഖു ബിഹാ. ഒരു മരിച്ചു കിടക്കുന്ന ഭൂമിയെ ഹയാത്താക്കിയാൽ അത് പിന്നെ അവന്റേതാകുന്നു. ഒരു ഭൂമിയുടെ മേൽ ഒരാൾ മതിൽ കെട്ടിയാൽ ഫഹിയലഹു, ആ ഭൂമി അവന്റേതാകുന്നു. അബൂ ദാവൂദ് ഖാല റസൂലുള്ളാഹി മൻ അഹ്യാ അർളൻ മൈതതൻ ഫലഹു ഫിഹാ അജ്റുൻ വമാ അകലഹുൽ അവാബി ഫഹുവ ലഹു സദഖ. ഒരാളൊരു ഭൂമിയെ ഒരാള് ഹയാത്താക്കിയാൽ ആ ഭൂമി അവന്റേതാവുന്നു. അവിടെ കൃഷി ചെയ്യണം. കൃഷി ചെയ്താൽ മൃഗങ്ങളെ കഴിക്കുള്ളൂ. ഉദാഹരണം പറയാ, മനുഷ്യന്മാർ വാസമില്ലാത്തവർ കൃഷി ചെയ്താൽ പിന്നെ കഴിക്കലാരാ? മൃഗങ്ങളായിരിക്കും. ഫഹിയലഹു സദഖ, അതവന് സദഖയാവുമല്ലോ എന്ന് പുണ്യ നബി. മനസ്സിലായില്ല? അപ്പൊ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, കാടിന്റെ ഏരിയകളൊക്കെ വെട്ടിപ്പിച്ചിട്ട് കൊടുക്കും, സർക്കാർ അനുവദിക്കും ചെയ്യും. പഴയ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒക്കെ അങ്ങനെ റിസർവ് വനങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്തിരുന്നു. ആ വെട്ടിപ്പിടിച്ചെടുക്കാൻ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരാളൊരു ഏരിയ വെട്ടിപ്പിടിച്ചു, ഒരു 10 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ വെട്ടിപ്പിടിച്ചാൽ അവിടെ നമ്മൾ കൃഷി ചെയ്താൽ അവിടെ മനുഷ്യപ്പറ്റ ഉണ്ടാവാത്ത കാലത്തോളം ഇത് പിന്നെ പന്നി തിന്നു പോകും, അല്ലെങ്കിൽ ആന തിന്നും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് തിന്നോട്ടെ, എന്നാലും കൃഷി ചെയ്യണം, അത് അവനുള്ള സദഖയാണ് എന്ന് പുണ്യ നബി. കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കാതിന് വേണ്ടിയിട്ടാണ് മുസ്തഫ നബി ഇതൊക്കെ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أن عبد الله أن قال عمر بن الخطاب على المنبر ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഖുത്ബ ഓതി. മൻ അഹ്യാ അർളൻ മൈതതൻ ഫഹിയ ലഹു, ആരെങ്കിലും ഒരു ഭൂമിയെ ഹയാത്താക്കിയാൽ അതിനെ അവൻ എടുക്കാം. വലൈസ ലി മുഹ്തജിരിൻ ഹഖ്ഖുൻ ബഅദ 3 സിനീന, ഭൂമി പിടിച്ചു വെച്ചവന് 3 കൊല്ലത്തിന് ശേഷം അധികാരം ഉണ്ടാവുകയില്ല. وذلك أن رجالا كانوا يحتجرون من الأرض ما لا يعلمون. എന്റെ ഭരണകാലത്ത് ചില ആളുകൾ ചില ഭൂമികൾ പിടിച്ചു വെക്കുകയും കൃഷി ചെയ്യാതെ ഇടുകയും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 3 കൊല്ലം വരെ കൃഷി ചെയ്യാതെ ഇട്ടാൽ ആ ഭൂമിയിൽ പിന്നെ അവന് അവകാശം ഉണ്ടാവുകയില്ല. ആര് പറഞ്ഞു? സയ്യിദ്നാ ഉമർ. എവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരി, മുസറാഅത്തിന്റെ ബാബിലുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. നിങ്ങളെ വളരെ ചിന്തിക്കണം. ചുരുക്കത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഇത്തഫഖൽ ഉലമാഉ അലാ യഹ്യാഇ അലൽ യഹ്യാഇ സബബുൽ ലിൽ മിൽക്കിയ. ഒരു ഭൂമി ഒരാൾ ഹയാത്താക്കിയാൽ അത് അവന്റെ അവകാശമായിരിക്കും എന്ന് പണ്ഡിതന്മാർ ഇത്തിഫാഖിലാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖ്തലഫു ബിസ്തിറാത്തി ഇദ്നിൽ ഹുക്മി ഫമൻ അഹ്യാഹാ അസ്ബഹ മാലികൻ ലഹാ മിൻ ഗൈരി ഇദ്നിൽ ഹാകിമി. ഭരണാധികാരി പതിച്ചു കിട്ടുകയൊന്നും വേണ്ട, ഇല്ലെങ്കിൽ തന്നെ അവനതിന് അവകാശം ഉണ്ടായിരിക്കും. ഭരണാധികാരിക്ക് പൊതുവിൽ വിരോധമില്ലാതിരുന്നാൽ മതിയാകും. ഭരണാധികാരിയുടെ അടുത്തേക്ക് ഇത്തരം കാര്യത്തെ ഉയർത്തിയാൽ അയാൾക്ക് അതിന്റെ അവകാശം കൊടുക്കുക എന്നത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. തുർമതി ഞാൻ വിശദീകരിക്കണില്ല. മരിച്ചു കിടക്കുന്ന ഭൂമി ആളുകളെ ഏൽപ്പിക്കൽ ഭരണാധികാരികൾക്ക് ആവശ്യമാണ്. ഭരണാധികാരികൾ ആളെ ഏൽപ്പിക്കണം. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്താ അർളൻ
ഹളർമൗത്തിലെ കൃഷിഭൂമികൾ, വെറുതെ കിടക്കുന്ന കൃഷിഭൂമി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബികളെയും ഏൽപ്പിച്ച് അവിടെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നർത്ഥം. ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, പറഞ്ഞാൽ അതൊക്കെ ധാരാളമാണ്. വിളകളുടെ ചരിത്രം ഒന്ന് പറയാ, ലഭ്യമായ വിളകളുടെ ചരിത്രം ആദം നബിയുടെ ചരിത്രത്തോട് ഒത്തുനിൽക്കും എന്നാണ് മനസ്സിലാവുന്നത്. ശ്രദ്ധിക്കാം, ഒരു 10,000-ഓളം കൊല്ലത്തിന്റെ ചരിത്രമാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൂമിയിലുള്ളത്. ധാന്യകൃഷികൾക്കും ഇത്തരം കാലത്തിന്റെ ചരിത്രമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. തെക്കൻ മെക്സിക്കോ, വടക്കൻ അമേരിക്കയുടെ മധ്യഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പഴവർഗ്ഗങ്ങളുടെയും 6,300 വർഷങ്ങൾക്ക് മുമ്പ് ചോളത്തിന്റെയും കൃഷി ആരംഭിച്ചുവെന്ന് കണ്ടെത്തി. കേരള സർക്കാരിന്റെ കൃഷി വകുപ്പ് പുറത്തിറക്കിയ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. മധ്യ അമേരിക്കയിൽ മധുരക്കിഴങ്ങ്, ചോളം തുടങ്ങിയ കൃഷി ആരംഭിച്ചത് ഏകദേശം 7,000 വർഷങ്ങൾക്ക് മുമ്പാണ്. തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിൽ ഏകദേശം 9,000 വർഷങ്ങൾക്ക് മുമ്പ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ചെറുചണ, നെല്ല് തുടങ്ങിയ വിളസസ്യങ്ങളുടെ കൃഷി തുടങ്ങിയെന്ന് അഭിപ്രായപ്പെടുന്നു. ക്രിസ്തുവിന് 7,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കൃഷി ആരംഭിച്ചതെന്ന് കണക്കാക്കുന്നു. അതും ഏകദേശം ഈ പറഞ്ഞ സമയത്തോട് ഒക്കുന്നതാണ്. കാര്യക്ഷമമായ രീതിയിൽ ജലസേചന മാർഗങ്ങൾ ആവിഷ്കരിച്ച് വിളസസ്യങ്ങൾ കൂട്ടായി കൃഷി ചെയ്യാൻ തുടങ്ങിയതും സുമേറിയക്കാരാണ്. റോമക്കാർ കച്ചവടത്തിന് വേണ്ടി വിളസസ്യങ്ങൾ നട്ടുവളർത്തിയിരുന്നു. 2005 അന്താരാഷ്ട്ര നാണയനിധി IMF-ന്റെ കണക്കുകൾ പ്രകാരം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള പ്രദേശമാണ് ചൈന. അത് കഴിഞ്ഞാലുള്ള പ്രദേശം ഇന്ത്യയാണ്. പക്ഷേ ഇത് നമുക്കില്ല. ഏറ്റവും ഈ ചൈനയിലൊക്കെ പോയിട്ട് കച്ചവടത്തിന് പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. എന്തെല്ലാം ആളുകളൊക്കെ കണ്ടാൽ ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ കൃഷി കണ്ണെത്താത്ത ദൂരത്തെ കൃഷിയാണ് അത്രയും ചൈനയിലൊക്കെ. എത്രയോ ഇഷ്ടംപോലെയാ. സത്യത്തിൽ ഭൂമിയുടെ ഒരു ഭാഗം 3 കൂട്ടർ കൂടികൾ അവകാശപ്പെടുത്തിയിരിക്കുക. ഒന്ന് ചൈന, മംഗോളിയ, റഷ്യ. ഒരു ഭൂമിയുടെ ഒരു ഏരിയ മുഴുവൻ മശരിഖ് മുതൽ മഗ്രിബ് വരെ 3 നാടാ. മശരിഖ് മുതൽ മഗ്രിബ് വരെ 3 നാട് അധീനപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചൈന, മംഗോളിയ, റഷ്യ. അങ്ങോട്ട് നോക്കിയ അറ്റ്ലസിന്റെ ഒരു ഏരിയ മുഴുവൻ അവർ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ണെത്താത്ത ദൂരത്ത് ഇവർക്ക് വിളപ്പാടങ്ങളാണ്. നോക്കൂ, അതാണ് ചരിത്രം. നോക്കൂ നിങ്ങൾ. ഇനി പ്രധാനമായ ഒരു കാർഷിക ഉൽപ്പന്നത്തെ കുറിച്ച് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു, ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ധാന്യമായി കൊടുത്തയച്ചതാണ് നെല്ല്. ഇതേക്കുറിച്ച് നമുക്ക് അല്പം പറയാം. നെല്ല് എങ്ങനെയെങ്കിലും മടക്കിക്കൊണ്ടുവരണം, അത് നമ്മളെ ബാധ്യതയാണ്. വിളസസ്യങ്ങളുടെ വിശാലമായ ഗണത്തിൽ ഏറ്റവും പ്രധാനിയാണ് നെല്ല്. ലോക ജനസംഖ്യയുടെ പകുതിയിലധികം പേരും നെല്ലിൽ നിന്ന് ലഭിക്കുന്ന അരിയെ ഭക്ഷ്യധാന്യമായി ഉപയോഗിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ BC 5440 വനപ്രദേശങ്ങൾ നെല്ല് വളർന്നിരുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. BC 2-ാം സഹസ്രാബ്ദത്തിൽ പാകിസ്ഥാൻ നെൽകൃഷി ആരംഭിച്ചു. ചൈനയിലെ സിർക്കയിൽ BC 9000-ൽ, ആഫ്രിക്കയിൽ BC 1500-ന്റെയും 800-ന്റെയും ഇടയിലും, ജപ്പാനിലും കൊറിയയിലും BC 3500-ന്റെയും 1200-ന്റെയും ഇടയിലും നെൽകൃഷി ആരംഭിച്ചതായി ചരിത്രം കണക്കാക്കും. ഇനി നമുക്ക് പറയാം, ശ്രദ്ധിക്കാൻ. കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് കേരളത്തില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. അതായത് കൃഷിയെയും കൃഷിഭൂമിയെയും ശ്രദ്ധിക്കാത്ത ഒരു ഇതുകൊണ്ട് ഏകദേശം ഒരു 15 കൊല്ലത്തിനിടയിൽ കൃഷിഭൂമിയായിരുന്ന 41,000 ഏക്കർ വയൽ ഇപ്പോൾ തരിശാണെന്ന് കൃഷി വകുപ്പ് വിധി എഴുതിയിട്ടുണ്ട്. അതായത് കൃഷിഭൂമിയെ ആളുകൾ ശ്രദ്ധിക്കാത്തത് കാരണം അത് തരിശു നിലമായി. ആവശ്യമില്ലാത്ത പലതും ആ ഭാഗത്തേക്ക് വന്നു. പിന്നെയോ ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിന്റെ അവശിഷ്ടങ്ങളും പുതിയ വീട്ടിന്റെ അവശിഷ്ടങ്ങളും മുഴുവൻ കൊണ്ടുപോയിട്ട് വയലിൽ നിറച്ചു. അങ്ങനെ ചുരുക്കത്തിൽ നേരത്തെ ഒരു 15 കൊല്ലത്തിനിടയിൽ 41,000-ഓളം ഏക്കർ ഭൂമി കേരളത്തിൽ ഇന്ന് കൃഷിഭൂമി ആയിരുന്നത് തന്നെ ഇന്ന് കൃഷിഭൂമി അല്ല. കേരളത്തിന് ഒരു വർഷം വേണ്ടത് 2007-ലെ കണക്ക് പ്രകാരം 40 ലക്ഷം ടണ്ണാണ്. എന്നാൽ 5 ലക്ഷം ടണ്ണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 35 ലക്ഷം ടണ്ണ് അരിയും നമ്മൾ പുറത്തുനിന്ന് കിട്ടേണ്ടതാണ്. ഇതൊരു കൊല്ലത്തെ കണക്കാണ്. എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഇവിടെ പ്രശ്നമുള്ള കാര്യം എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ. ഇവിടെ ഉള്ള ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് ചന്ദ്രികയിൽ 2007-ൽ ചന്ദ്രികയിൽ വന്ന ഒരു കൃഷിക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദവും സമരം നടത്തിയ ഒരാളാണ് KR ഗൗരിയമ്മ. ഗൗരിയമ്മയെ കുറിച്ച് വന്ന ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടെ വായിക്കാൻ ശ്രദ്ധിക്കാം. ഗൗരിയമ്മയും കൃഷി നിലം വിറ്റു.
അങ്ങനെയാണ് കിട്ടി. ആലപ്പുഴ. കേരള ഭൂനിയമത്തിന്റെ പ്രധാന ശില്പിയും കാർഷിക ഭരണപരിഷ്കാരത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരിയും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായ KR ഗൗരി അമ്മ തന്റെ കൃഷിസ്ഥലം വിറ്റു. കൃഷിപ്പണിക്ക് കർഷക തൊഴിലാളികളെ കിട്ടാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം നെൽകൃഷി അസാധ്യമായതാണ്. വൈമനസ്യത്തോടെയാണെങ്കിലും ഗൗരിയമ്മ ഇതിന് മുതിർന്നത്. ചേർത്തലയിൽ കുടുംബ ഓഹരിയായി ലഭിച്ച 2 ഏക്കർ 11 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ കൈയൊഴിഞ്ഞത്. സ്വന്തം വയലിലെ നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന ഗൗരിയമ്മയും ഇനി അരി ആഹാരത്തിന് അന്യ നാട്ടിലെ കച്ചവടക്കാരെ ആശ്രയിക്കണം. ചേർത്തലയിലെ സമ്പന്ന കാർഷിക കുടുംബത്തിൽ ജനിച്ച ഗൗരിയമ്മ തന്റെ നെൽ വയലുകളുടെ സമൃദ്ധി കണ്ടാണ് വളർന്നത്. സ്വന്തമായ കൃഷിനിലത്തിന് പുറമെ ഏക്കറു കണക്കിന് പാട്ടഭൂമിയിലും കുടുംബം കൃഷി ചെയ്തിരുന്നു. കുടുംബ ഓഹരിയായി കിട്ടിയ ഭൂമിയുടെ നല്ലൊരു പങ്കും നേരത്തെ ഗൗരിയമ്മ കൈമാറിയിരുന്നു. അവശേഷിക്കുന്ന പാടത്ത് മുടങ്ങാതെ കൃഷി ഇറക്കിയിരുന്നു. ആണ്ടോടാണ്ടുണ്ണാനുള്ള നെല്ല് അവിടുന്ന് ലഭിച്ചിരുന്നതായി ഗൗരിയമ്മ ചന്ദ്രികയോട് പറഞ്ഞു. കൊയ്ത്തിനാളെ കിട്ടാത്തത് പ്രധാന പ്രശ്നമായി. 5000 രൂപ കൂലി കൊടുത്താണ് ഒടുവിൽ 1 ഏക്കർ കൊയ്യിച്ചത്. 5000 രൂപ കൂലി കൊടുത്താണ് ഒടുവിൽ 1 ഏക്കർ കൊയ്യിച്ചത്. വയലിന്റെ പ്രത്യേകത മൂലം കൊയ്ത്തുയന്ത്രം ഉപയോഗിക്കാനും കഴിയുമായിരുന്നില്ല. കഴിഞ്ഞ കൃഷിയുടെ നെല്ല് കൊണ്ടാണ് ഇപ്പോഴും ഉണ്ണുന്നത്. അടുത്ത മാസത്തോടെ അതും തീരും. പിന്നെ ഞാനും അരിക്കച്ചവടക്കാരെ ആശ്രയിക്കണം, ഗൗരിയമ്മ പറഞ്ഞു. 23/11/2007. അപ്പൊ വലിയൊരു പ്രശ്നമാണ് ഇത്. ഭൂമിയൊക്കെ ഉണ്ട്, പക്ഷേ തൊഴിലാളികളെ കിട്ടില്ല. അവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈ മണ്ടന്മാരിവിടെ ചെയ്തു കൂട്ടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. 10, 15, 20 പെണ്ണുങ്ങൾ റോഡ് സൈഡ് ചെത്തുക. ഒരു 10, 15 പെണ്ണുങ്ങൾ ഓരോ സൈഡിലും എന്താ പണി? റോഡ് സൈഡ് ചെത്തുക. റോഡ് സൈഡ് ചെത്തിയാൽ ഒരു ഉപകാരമുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം മണ്ണൊലിപ്പ് കൂടും. മണ്ണൊലിപ്പ് കൂടിയാല് റോഡ് പൊളിഞ്ഞു പോകും. റോഡ് പൊളിഞ്ഞു പോയാല് വീണ്ടും അവർക്ക് റീടെൻഡർ ചെയ്തിട്ട് ഒന്നും കൂടി അതിന്റെ അടിയിൽ 10% വലിക്കാം. അതാണ് ഇത് കാര്യം. എന്തിനാണ് പടച്ചതമ്പുരാനെ ഈ റോഡിന്റെ സൈഡ് നമ്മളെ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ചെത്തിക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. ഞാൻ പിന്നെ ആലോചിച്ചു, നടന്നു പോകുന്നവർക്ക് പാമ്പടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അതിനൊരു പിടുത്തം കിട്ടിയില്ല. കാരണം നടന്നു പോകുന്നവരിപ്പോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നടന്നു പോകാനൊന്നും മനുഷ്യന് ആരോഗ്യമില്ല. അതുകൊണ്ട് മോട്ടോർ സൈക്കിളിലെ ഏറ്റവും നാട്ടിലെ പാവം പോലും മോട്ടോർ സൈക്കിളിലേ പോകൂ. അതുകൊണ്ട് പഴയ കാലത്താണെങ്കിൽ ഇത് അങ്ങനെ ആവുകയാണെങ്കിൽ റോഡ് സൈഡ് ചെത്തി നന്നാക്കി കൊടുക്കുകയാണെങ്കിൽ വേണ്ടിയിരുന്നത് ഒരു 15 കൊല്ലം മുമ്പാണ് ചെത്തേണ്ടിയിരുന്നത്. കാരണം നടക്കുന്ന ആളുകൾ എമ്പാടുണ്ടായിരുന്നു. ഇന്ന് നോക്കണേ, ഈ സൈഡ് മുഴുവൻ ഒരു പുല്ലില്ല റോഡ് സൈഡിൽ. ആ റോഡ് സൈഡിലെ പുല്ല് സത്യത്തിൽ റോഡിന് ഭയങ്കര ബല. ഇത് ചെത്തിക്കളയാ കരുതി കൂട്ടിയിട്ട് നമ്മളെ പൈസ ടാക്സ്. അത് എന്നിട്ടോ 10, 15, 20 പെണ്ണുങ്ങൾ ഇന്നിട്ട് തെറ്റുക തന്നെ. നാട്ടുവർത്താനം അവർക്ക് 3-4 മേസ്തിരിമാരും അത് നോക്കി നടക്കാൻ കുറച്ച് രാഷ്ട്രീയക്കാർ. നമ്മളെ പൈസ അങ്ങനെ പോവാ. അതിന് പേര് ഒരു പെണ്ണിന് ഒരു ദിവസം എത്ര കൂലി എന്താ നിങ്ങൾക്ക് പറയാനൊരു മടി. നിങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ലല്ലോ, എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. എത്ര ഒരു പെണ്ണിന് കൂലി? 150 റുപ്യ. ആയിക്കോട്ടെ, നിങ്ങൾ 180 200 കൊടുത്തോളൂ. ഈ പെണ്ണിനെ ഒന്ന് കാർഷിക മേഖലയ്ക്ക് ഇറക്കിക്കൂടെ മനുഷ്യന്മാര്? എന്തിനാണ് ഈ റോഡ് സൈഡ് ചെത്തുന്നത്? എന്ത് മണ്ട ശിരോമണികളാണ് നമ്മുടെ ഭരണാധികാരികൾ? എന്ത് പറ്റിപ്പോയി ഇവർക്ക്? എന്തിനാണ് കൂട്ടരെ ഈ റോഡ് സൈഡ് ചെത്തുന്നത്? പെണ്ണുങ്ങളുണ്ട്, ഒന്നിനും കിട്ടൂല, എല്ലാത്തിനും പണി റോഡ് സൈഡ് ചെത്തുക. ഈ ചെത്തിയാൽ അടുത്ത മാസം പിന്നെ ചെത്തും. റോഡ് സൈഡ് ഒക്കെ നല്ല ക്ലീൻ ആണ്. പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോൾ പുതിയ റീടെൻഡർ കൊടുക്കേണ്ടി വരും. റോഡിലൊന്നും കല്ലുണ്ടാവില്ല. അല്ല, ഈ റോഡ് സൈഡ് ഈ കറുകപ്പുല്ലാണ് കാര്യമായി നമ്മളെ റോഡ് സൈഡിൽ ഉണ്ടാവുക. ഈ കറുകപ്പുല്ലും കമ്മ്യൂണിസ്റ്റ് അപ്പയാണ്. ഇത് രണ്ടും മണ്ണൊലിപ്പ് തടയുന്ന സാധനം. ഒരു കാരണവശാലും അത് ചെത്തിക്കളയാൻ പാടില്ല. റോഡ് സൈഡ് ചെത്തിയേ ചെയ്യരുത്. കാരണം റോഡ് സൈഡ് ചെത്താതിരുന്നാൽ റോഡിൽ നല്ല ബലം ഉണ്ടാവും. അത് വളരെ നല്ല ശക്തമായി. കാരണം നമുക്കറിയാലോ, പാടത്ത് വരമ്പുണ്ടാക്കുന്ന ആളുകൾക്കറിയാം, വരമ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറുകപ്പുല്ല് കൊണ്ടുവന്നിട്ട് എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ മേലെ പിടിപ്പിക്കും. നെല്ലുണ്ടാക്കുന്ന പാടത്ത്. ഓർമ്മല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ഓർമ്മല്ലേ? അതൊക്കെ നെല്ലുണ്ടായ കാലത്തൊക്കെ അറിയാലോ. കറുകപ്പുല്ലിന്റെ മൺതട്ടകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? പാടത്തിന്റെ ആൾ പഠിക്കും. കാരണം അത് വരമ്പിന് ഭയങ്കര ഒരു കരുത്താണ്.
ആ കറുകപ്പൊലി ഭയങ്കര കരുത്ത്, അത് പിടിച്ചാൽ ഭയങ്കര ശബക്കത്തുണ്ടാവും. ഒരു ശബക്കത്താണ്, അത് ഒരു വല പോലെ പിടിക്കും, കരുത്താണ്. ഇന്നെന്താ ചെയ്യണത്? ഈ റോഡ് സൈഡ് മുഴുവനും നമ്മളെ പെണ്ണുങ്ങൾ ചെത്തിക്കളഞ്ഞു. ഇതിലൂടെ വേറൊരു കാര്യം ഉണ്ടായി. 150 റുപ്യ പെണ്ണുങ്ങൾക്ക് കേസ് കൂലി കൊടുക്കുന്നതിലല്ല ഞാൻ 200 കൊടുക്കണം എന്നുള്ള വാദക്കാരനാ. 200 കൊടുക്കട്ടെ, പക്ഷെ എന്ത് ചെയ്താന്നറിയോ? സർക്കാർ 100 റുപ്യ വഹിക്കുക, കർഷകൻ 100 റുപ്യ വഹിക്കുക. സർക്കാർ 100 റുപ്യ വഹിച്ചാൽ മതി, കർഷകൻ 100 റുപ്യയും വഹിക്കുക. എന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ കരുത്ത് നേരെ പാടത്തേക്ക് ഇറക്കുക. എത്ര വലിയ കാര്യമാണിത്! കൃഷി ഉണ്ടാക്കണം. നിങ്ങൾ മേലെ നിന്ന് ഇങ്ങനെ ഓർഡിനൻസ് പുറപ്പെടുവിക്കും. കൃഷി ഉണ്ടാക്കാൻ ആളെവിടെ? ഉള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ റോഡ് സൈഡിൽ പിടിച്ച് കെട്ടിയിടും ചെയ്യും. ഈ 150 റുപ്യ സർക്കാർ കൊടുക്കണ്ട, സർക്കാർ 100 റുപ്യ കൊടുത്താൽ മതി. വേണ്ട, സർക്കാർ 125 റുപ്യ ഞങ്ങൾ കർഷകർ കൊടുക്കാം, നിങ്ങൾ സർക്കാർ 75 റുപ്യ. എന്നാലും കൃഷി നടക്കും ഈ നാട്ടിൽ. ഇന്ന് 200 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാലും ആളെ കിട്ടാനില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഈ പോകുന്ന പെണ്ണുങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയല്ല, ഈ നിന്ന് തിരിയുന്നത് കൊണ്ട് ഒരു തൊഴിൽ അറപ്പ് പദ്ധതിയായി മാറിയിട്ടുണ്ട്. ഇത് തൊഴിലുറപ്പല്ല, ഇത് തൊഴിലറപ്പാണ്. അതായത് ഈ നിന്ന് തിരിഞ്ഞ് പഠിച്ച പെണ്ണിന് പിന്നെ തൊഴിലിനോട് അറപ്പായിരിക്കും, പിന്നെ അവളെ പണിക്കൊറ്റില്ല.